എല്ലാ കൂട്ടുകാർക്കും റെയിൻബോ കളേഴ്സ് ബൈ ദിവ്യയിലേക്ക് സ്വാഗതം. നമ്മൾ തായ്ലൻഡ് റെഡ് ചാമ്പ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ കായ ഉണ്ടായി നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോ ആണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് നല്ല ടേസ്റ്റ് ഉള്ളതുകൊണ്ട് ഒരു തൈയും കൂടി ഉണ്ടാക്കാനായിട്ട് എയർ ലെയറിങ് ചെയ്ത് വെച്ചതാണ്. അപ്പോൾ അത് വിജയിക്കുകയാണെങ്കിൽ ഇതിൻ്റെ വീഡിയോ കൂടി ഞാൻ ചെയ്യുന്നതാണ്. പിന്നെ ചിലവരൊക്കെ കമൻറ്റിൽ പറയണ കേട്ടിട്ടുണ്ട്, ഈ ചാമ്പയ്ക്ക് അധികം മധുരമില്ല, അതുപോലെ പുഴു വരും എന്നൊക്കെ. അപ്പം ഞങ്ങൾ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഇതുപോലെ നെറ്റ് ബാഗ് കെട്ടിയിട്ട് കൊടുത്തേക്കാണ്. ഇത് ആമസോണിൽ നിന്ന് വാങ്ങിച്ചതാണ്. ഇതിപ്പോൾ നമുക്ക് നെറ്റ് ഉപയോഗിച്ച് ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. പിന്നെ ഒരു ഫെറമോൺ കണിയും കൂടി ഇട്ട് കൊടുക്കുക. അപ്പോൾ ഞങ്ങളുടെ കയ്യിൽ ഫെറമോൺ കണി ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഒരുപാട് കായ്ച്ചകൾ അതിൽ വീണ് ചത്തോളും. പിന്നെ മധുരത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നല്ല മധുരമുള്ള ചാമ്പ തന്നെയാണ്. ഫുൾ ചുമപ്പ് കളറായിട്ട് പൊട്ടിച്ച് കഴിക്കുകയാണെങ്കിൽ നല്ല മധുരം ഉണ്ടായിരിക്കും. പിന്നെ വളങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ നമ്മൾ സാധാരണ ചെയ്യണ പോലെ തന്നെ കുമ്മായിട്ട് കൊടുക്കുക. അത് കഴിഞ്ഞ് 2 ആഴ്ച കഴിഞ്ഞ് എല്ലുപൊടി, വേപ്പ് പിണ്ണാക്ക്, ചാണകപ്പൊടി ഏതാണെന്ന് വെച്ചാൽ അതൊക്കെ ഇട്ട് കൊടുക്കും. പിന്നെ പുതിയതായിട്ട് ഞങ്ങൾ ചെയ്ത് കൊടുത്തത് 19 അത് പറഞ്ഞോണം. ഇടയ്ക്ക് ഞങ്ങൾ ഒരു ഒരു സ്പൂണൊക്കെ ഇങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ വിതറി കൊടുക്കും, നന്നായി നനച്ച് കൊടുക്കും. അങ്ങനെ ചെയ്യുമ്പോൾ നന്നായിട്ട് പൂവിടുന്നതും കായ്ക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ പ്രത്യേകിച്ചൊരു കാര്യം, പൂവും കായും ഉണ്ടായി തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ വളങ്ങളൊന്നും ചെയ്യാറില്ല. കാരണം എന്തെങ്കിലും ഇട്ട് കഴിഞ്ഞിട്ട് അത് ഇനി കൊഴിഞ്ഞു പോകണ്ടെന്ന് വെച്ചിട്ട് പിന്നെ വളങ്ങൾ ഞങ്ങൾ ചെയ്യാറില്ല. പിന്നെ ഈ ചാമ്പയിൽ ഒരുപാട് കായകൾ പിടിക്കും കേട്ടോ. പിന്നെ ഇതിന് കുരുവില്ല. പിന്നെ ഇതിൻ്റെ ചുമപ്പ് കളർ കൂടുന്നതിനനുസരിച്ച് മധുരവും കൂടും. ചില വീഡിയോസിൻ്റെ കമൻറ്റ് ബോക്സിലൊക്കെ ചിലർ എഴുതിയിരിക്കണ കാണാം, ഈ ചാമ്പയ്ക്ക് അധികം മധുരമൊന്നുമില്ല, ചെറിയൊരു മധുരമുള്ളൂ എന്നൊക്കെ. അപ്പോൾ എനിക്ക് മനസ്സിലായിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ, വേനൽക്കാലത്ത് നല്ല മൂത്ത് റെഡ് കളറായിരിക്കുന്ന ചാമ്പയാണെങ്കിൽ നല്ല മധുരം ഉണ്ടായിരിക്കും. അതിന് മൂപ്പ് കുറയുന്നതിനനുസരിച്ച് അതിൻ്റെ മധുരം കുറേശ്ശെ കുറയും. പക്ഷേ നമ്മൾ കഴിക്കുന്ന സാധാരണ ചാമ്പയേക്കാളും എന്തുകൊണ്ടും നല്ല ടേസ്റ്റുള്ള ചാമ്പ തന്നെയാണ് ഈ തായ്ലൻഡ് റെഡ്. ഇതിന് നല്ല മധുരമുണ്ട്, കുരുവില്ലാത്ത ഇനമാണ്. സാധാ ചാമ്പയുടെ ഒരു ടേസ്റ്റേ അല്ല കേട്ടോ ഇതിന്. ഇത് കണ്ടില്ലേ, നെറ്റ് കെട്ടാത്ത ചാമ്പയ്ക്കമൊക്കെ കായ്ച്ച വന്നിരിക്കുകയാണ്. അപ്പോൾ കായ്ച്ച വന്ന് അതിൽ കുത്തി കഴിഞ്ഞാൽ പിന്നെ അതിൽ പുഴു എന്തായാലും വരും. അപ്പോൾ നമുക്ക് നെറ്റ് കെട്ടിയിടാം. നെറ്റ് എന്ന് പറഞ്ഞാൽ ഈ ആഴ്ഭാഗത്തുള്ള ചാമ്പയ്ക്കമൊക്കെ നമുക്ക് നെറ്റ് കെട്ടിയിടാൻ പറ്റുള്ളൂ. അപ്പോൾ ഒരു കായ്ച്ചേനെ പിടിക്കണ ഫെറമോൺ കെണി ഉണ്ട്, അത് വെക്കുകയായിരിക്കും ഏറ്റവും ബെസ്റ്റ്. ശരിക്കും ആപ്പിൾ കഴിക്കുന്ന ഒരു ഫീലാണ് കേട്ടോ ഇത് കഴിക്കുമ്പോൾ. അപ്പോൾ നമ്മൾ ട്രിപ്പൊക്കെ പോകുമ്പോൾ തലേന്ന് ഫ്രിഡ്ജിൽ പൊട്ടിച്ച് വെച്ച് അത് കൊണ്ടുപോകാൻ പറ്റിയ ഒരു ഐറ്റമാണ്. അപ്പോൾ നമ്മൾ എയർ ലെയറിങ് ചെയ്തത് വിജയിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോ എങ്ങനെ ചെയ്യാമെന്ന് ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ കാണാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനലൊന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്